എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിൽ ഇവിടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് അവർക്കുള്ളതെന്ന് കാണാൻ പറ്റും. ലോകത്തിലെ ഏതെങ്കിലും ദൈവം മര്യാദയ്ക്ക് പെരുമാറുമായിരുന്നുണ്ടെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ തെണ്ടിയിരിക്കുന്ന ഒരാളും ഉണ്ടാകില്ല. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ 141 പേര് മരിച്ചപ്പോഴും ഒരെണ്ണം രക്ഷപ്പെട്ടപ്പോ അവിടെ ദൈവത്തിന്റെ കരപ്പത്ത്. അതെങ്ങനെയാണ് ആൾക്കാർക്ക് അവസാനത്തെ പിടിവള്ളി? അവനും കൂടെ ചത്തായിരുന്നെങ്കിൽ കിട്ടാൻ പറ്റത്തില്ല. ഈ ആരിഫ് ഹുസൈൻ പല ഡിബേറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദുവിൽ ഇതിങ്ങനെ ഇല്ലല്ലോ എന്ന് പറയും. അതാണ് ഹിന്ദു മതം ഉണ്ടെന്ന് തെറ്റായിട്ട് പറയുന്നോണ്ടല്ലേ. ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു മതമാണ്. പറയുന്ന ജാതിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നും ആ ജാതി എന്ന് പറയുന്ന ഒരു സാധനം, ജാതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോത്രബോധം ആണ്. ഇവിടെ നിൽക്കുന്ന പുൽച്ചാടിയും ഇവിടുത്തെ ബട്ടർഫ്ലൈയും എല്ലാം ആധുനിക ബട്ടർഫ്ലൈയും ആധുനിക കുരങ്ങും ആധുനിക മരവും ആധുനിക ബാക്ടീരിയയും ആധുനിക മനുഷ്യരും. ഈ പരിണാമത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ ഈ ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടായത്? പരിണാമത്തിന്റെ ഘട്ടത്തിലല്ല, മനുഷ്യ ചരിത്രത്തിനകത്തുണ്ട്. അതെ, അല്ലാതെ പരിണാമം ഇവിടെ വല്ലതും നടക്കുകയും ബാക്കിയുള്ള ജീവികളെല്ലാം കൂടെ അമ്പലം പള്ളി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ആ ഘട്ടം ഇയാൾക്ക് ചോദിക്കാം. അരൂപിയാണ് ദൈവം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തമൊക്കെ ഉണ്ടായിട്ടാണ് ഈ അള്ളയൊക്കെ ഉണ്ടായത്. പക്ഷെ അപ്പൊ കവറിന്റെ അടുത്ത് പോകും, കാവായൊക്കെ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് തലയൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നിട്ട് ആകാശത്തിട്ടൊക്കെ ഇവിടെ ഇതൊക്കെ ആരാടാ ഉണ്ടാക്കിയെന്ന് ഒരുത്തൻ ചോദിച്ചു. അപ്പോ ഉണ്ടാക്കിയതാണ് എന്നുള്ള അറിവ് വന്നപ്പോഴാണ് ഇതെല്ലാം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം വരും. ഈ യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് ബേസിക്കലി വിവരമില്ല. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായി എന്ന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകൻ അപ്പം പറഞ്ഞ് കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായതിൻ്റെ ഒരു രീതി വേറെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ സ്കൂളിൽ നിന്ന് കളിയാക്കുകയാണ് ചെയ്തത്, ടീച്ചർ അടക്കം നിന്ന്. അപ്പം അങ്ങനെയുള്ള ടീച്ചർമാരാണ് ഇപ്പൊ. അല്ല, അവര് പഠിച്ചതല്ലേ അവര് പറഞ്ഞു. അതിന്റെ ഇപ്പുറത്തുള്ള ഇൻഫർമേഷൻസ് അവന് കിട്ടുന്നതുകൊണ്ടാണ്. അതെ, അല്ല ഇയാളിപ്പോ പറയുമ്പം നമ്മൾ അതിനെയും സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതെ, മകൻ പറഞ്ഞതും അങ്ങനെ മാത്രമല്ല. ശരിക്കും നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഒരു വിഭാഗം സത്യത്തിലില്ല, അങ്ങനെ ഇല്ല. കുരങ്ങിനകത്തെ ഒരു കുരങ്ങാണ് നമ്മൾ. അല്ല, കുരങ്ങിൽ നിന്നുണ്ടായതെന്നുള്ളതല്ല. നമ്മളെല്ലാരും കുരങ്ങാണ്. വാലില്ലാ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവരെല്ലാം ഒരു വിഭാഗമാണ് നമ്മൾ. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ മനുഷ്യർ വേറെയാണെന്ന് പറയാനുള്ള കൗതുകം കൊണ്ടാണ് അത് പറയുന്നത്. വാലില്ലാത്ത ധാരാളം കുരങ്ങന്മാരുണ്ടായതിലെ വാലില്ലാതെ ഉണ്ടായതിനകത്തെ ഒരു ശാഖയാണ് നമ്മൾ. അപ്പൊ ശരിക്കും നമ്മളെ എല്ലാം കൂടെ വെക്കേണ്ടത് എങ്ങനെയാണ്? സിമിയൻ എന്നാണ്. സിമിയൻ എന്ന് വർഗം എന്ന് പറഞ്ഞാൽ കുരങ്ങ് വിഭാഗമാണ്. അല്ല, നിലനിൽക്കുന്ന കുരങ്ങിൽ നിന്ന് മനുഷ്യനായില്ലെന്നുള്ളതാണ് മകൻ പറഞ്ഞത്. അത് ശരിയുമാണ്. നിലനിൽക്കുന്ന കുരങ്ങുകൾ എന്ന് പറയുന്നത് വേറെ ശാഖയാണ്. ഒരു ശാഖയുടെ തുമ്പത്താണ് നമ്മളത്. അപ്പൊ വാലില്ലാതെ എണ്ണീറ്റ് നിന്ന വിഭാഗത്തിലുള്ള കുരങ്ങിന്റെ തുടർച്ചയിലാണ് നമ്മളത്. അങ്ങനെയാ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാമൽസ് എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു വിഭാഗം, സസ്തനി എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഭാഗത്തിനകത്തെ ഒരു വിഭാഗമാണ് സിമിയൻ എന്ന് പറഞ്ഞാൽ കുരങ്ങിന്റെ വിഭാഗം. അതിനകത്തെ ഒരു ബ്രാഞ്ചിന്റെ തുമ്പത്താണ് നമ്മളുള്ളത്. അപ്പൊ നിലനിൽക്കുന്ന കുരങ്ങുകളുടെ തുമ്പത്തല്ല. അവര് പരിണമിച്ച് മനുഷ്യനാകത്തില്ല. ഈ പരിണമിച്ച ഒരു ശാഖ അതിനകത്തെ പരിണമിച്ച ഇങ്ങേ അറ്റമാണ്. ആ കാണുന്ന കുരങ്ങ് ആ ശാഖയുടെ അങ്ങേ അറ്റമാണ്. അപ്പൊ ഒരു മരത്തിനകത്ത് 1000 തുമ്പുകളുള്ള ശാഖകളായിട്ടാണ് ജീവൻ നിൽക്കുന്നത്. അപ്പൊ ഒന്നൊന്നുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മളെല്ലാവരും, ഇവിടെ നിൽക്കുന്ന കുരങ്ങും ഇവിടെ നിൽക്കുന്ന ചെടിയും ഇവിടെ നിൽക്കുന്ന പുൽച്ചാടിയും ഇവിടുത്തെ ബട്ടർഫ്ലൈയും എല്ലാം ആധുനിക ബട്ടർഫ്ലൈയും ആധുനിക കുരങ്ങും ആധുനിക മരവും ആധുനിക ബാക്ടീരിയയും ആധുനിക മനുഷ്യരും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മളെല്ലാം ആധുനികമാണ്. അല്ലെ, ചെടികളെല്ലാം പ്രിമിറ്റീവ് അല്ല. അതെ, അതിന്റെ ശാഖയുടെ തുമ്പത്ത് ഏറ്റവും പുതിയവരാണ് ഈ കാണുന്ന ചെടികളെല്ലാം. എല്ലാ കിളികളും ആധുനിക കിളികളാണ്, പഴയ കിളിയല്ല. ഇതാണ് ഈ തെറ്റായിട്ട് പഠിച്ചത്. കുരങ്ങായിട്ട് എല്ലാം ആയിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങേറ്റ് വന്ന് തലപ്പത്തിരിക്കുന്ന ഒരു കോന്തനാണ് മനുഷ്യരെന്ന് പഠിപ്പിച്ച വേഗയിലാണ് ഇത് കൺഫ്യൂഷൻ ഉണ്ടായിപ്പോയത്. എപ്പെക്സ് ഓഫ് എവല്യൂഷൻ എന്ന് ഇംഗ്ലീഷ് പറയും. ഏറ്റവും തലപ്പത്തിരിക്കുന്നത് മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. നമ്മള് ജീവന്റെ ഒരു ശാഖയുടെ തുമ്പ നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കറുത്തവർ വെളുത്തവരാകുന്നത്, പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും ഉണ്ടാകുന്നത്. അതാണ് പരിണാമം.
നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ മനുഷ്യരായിട്ട് അങ്ങ് ഇരിക്കുമല്ലോ. ആ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനല്ലാതാവും. തന്നെ പോലല്ല ഞാനിരിക്കുന്നത്. ഇങ്ങനെയാണ് പരിണമിക്കുന്നത്. വ്യത്യസ്തതകളാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് നിലനിൽക്കുന്നത് തുടരും. ഈ പരിണാമത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ ഈ ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടായി? പരിണാമത്തിന്റെ ഘട്ടത്തിലല്ല, മനുഷ്യ ചരിത്രത്തിനകത്തുള്ളത്. അതെ. അല്ലാതെ പരിണാമം ഇവിടെ നടക്കുകയും ബാക്കിയുള്ള ജീവികളെല്ലാം കൂടെ അമ്പലവും പള്ളി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ആ ഘട്ടം ഇയാൾക്ക് ചോദിക്കാം. അങ്ങനല്ല. ദൈവത്തിനെ കണ്ടുപിടിക്കാത്ത മനുഷ്യരും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യ ചരിത്രത്തിനകത്ത് മനുഷ്യർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് അഭ്യൂഹം എന്ന് പറഞ്ഞാൽ ഈ സാധ്യത കൊണ്ടാകാം എന്ന് കണ്ടെത്താനേ പറ്റുള്ളൂ. കാരണം അത് ഉണ്ടായ സമയത്ത് നമ്മളിവിടെ പോയിരുന്ന് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു അഭ്യൂഹം പറയാം. അതിനകത്ത് ഏറ്റവും കേന്ദ്രമായ ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് നമുക്കൊരു ആന്തരിക ലോകം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിനകത്തൊക്കെ നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് പോലൊക്കെയുള്ള അപ്പുറത്ത് പ്രവർത്തിക്കുന്നതിനെ പോലെ അതിനെ കണ്ടിട്ട് അത് അനുഭവിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ശബ്ദം സംസാരിക്കുന്നത് നമ്മുടെ തൊണ്ടയൊക്കെ മാറി ഇപ്പം നമ്മൾ ഈ മൊഡുലേഷൻസ്, ശബ്ദത്തിൻ്റെ മൊഡുലേഷൻസ് മാറ്റി ഭാഷയാക്കാനുള്ള കഴിവുണ്ടാകുന്നത് ഒരു സംഘം ജീവിയായിരിക്കുന്നവര് കൃഷി കണ്ടുപിടിച്ച് കൂട്ടായി ഒന്നിച്ച് ജീവിക്കുന്നവരായി മാറുന്ന ഒരു മൊബൈലായിരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ആ കുട്ടികൾ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്നവര് അവരുടെ ഇവിടം എന്ന് അവർ പറയുന്നത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടമാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിളി പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇവിടം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഇവിടം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടന്നായി. അങ്ങനെ ആന്തരികമായി നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു അതിരുബോധം പുറത്തൊരു അതിരുബോധമായി മാറുന്നതാണ് കൃഷി. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ആ അതിരുബോധങ്ങളിൽ നിന്നാണ് നമ്മളൊരു ഗ്രാമം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വേറെ ആളുകളെ പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കുന്നുണ്ട്. അടിമകളാക്കിയപ്പോഴാണ് സംഘം മേല് കീഴുള്ള സമൂഹങ്ങൾ രൂപപ്പെട്ടത്. ആ രൂപപ്പെട്ട് രാജ്യങ്ങളായി, ഗ്രാമങ്ങൾ ചേർന്നെന്ന് പറയുമ്പോൾ ഇഷ്ടം കൊണ്ട് ചേർന്നവരല്ല, ബലം കൊണ്ട് ചേർന്നവരാണ്. അതുകൊണ്ടാണ് തട്ട് സമൂഹം ഉണ്ടായത്. ഇഷ്ടം കൊണ്ട് ചേർന്നവരായിരുന്നെങ്കിൽ എല്ലാവരും തുല്യരായിട്ടേ ചേരത്തുള്ളൂ. കാരണം എല്ലാ ഗോത്രവും അവർ തുല്യരാണെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആന്തരികമായ ഒരു ലോകം നമുക്ക് രൂപപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്ന ആളുകളെ കുഴിച്ചിടാൻ തുടങ്ങുന്നത്. ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അതുവരെ ചത്ത് കിടക്കുന്ന മറ്റു ജീവികൾ തിന്നുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇട്ടിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. വേറെ മരിക്കാനായിട്ട് സ്വാഭാവിക മരണം ഉണ്ടാകത്തേ ഇല്ല. കാരണം വയസ്സായിരുന്ന ഓടി രക്ഷപ്പെടാൻ പറ്റാത്തവരെ എല്ലാം തിന്നുപോകും. എല്ലാ ജീവികളും കാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ജീവികളും നല്ല ചുറുവിറക്കോടെ ഇരിക്കും. കാരണം ആ ചുറുവിറക്കോടെ ഇരിക്കുന്നവർ മാത്രമേ ജീവനിരിക്കും. കാലൊന്നും ഒടിഞ്ഞാൽ മതി, അവിടെ വെച്ച് അപ്പം തന്നെ വേറെ ആൾക്കാർ പിടിച്ചു തിന്ന്. അതുകൊണ്ട് കാട്ടിലുള്ള എല്ലാ ജീവികളും നല്ല ചുറുവിറക്കോടെ ഇരിക്കുന്നത് വയസ്സാകാൻ അനുവദിക്കത്തില്ല. വയസ്സാകുന്നവരുണ്ടാകുന്നത് ഒരിടത്ത് താമസിക്കാൻ തുടങ്ങുമ്പോഴേ പറ്റുള്ളൂ, വയസ്സാകാൻ പറ്റുള്ളൂ. അതുപോലെ കാലൊടിഞ്ഞാല് ആ ഒടിഞ്ഞതിനെ പരിചരിച്ച് തമ്മി ചേർക്കാനുള്ള കാലയളവ് കിട്ടണം. അപ്പോഴാണ് ഒരു വീടോ ഗുഹയോ ഉള്ളിടത്ത് താമസിക്കാൻ തുടങ്ങുന്ന ജീവിയാകുമ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു 50,000 വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്. ഇങ്ങനെ രൂപപ്പെട്ട ഒരു ആന്തരിക ലോകം നമുക്കുണ്ടായി വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാല് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അപ്പം നമ്മളൊരു വടിയെടുത്ത് അടിക്കും, അതൊരു കുരങ്ങും ചെയ്യും. ഒരു കല്ലെടുത്ത് ഒരു നട്ട് ഞാൻ ഒരു എന്താണ് പൊട്ടിച്ച് അതിനകത്ത് കാമ്പെടുക്കാനായിട്ട് അതിന്റെ കവർ പൊട്ടിക്കാനായിട്ട് ഒരു കല്ല് ഉപയോഗിക്കും. ഇതും കുരങ്ങും ചെയ്യും. അതെ. പക്ഷേ ഒരു മൃഗത്തിന്റെ തോലുരിക്കാനായിട്ട് നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു എന്താണ് കല്ലിന്റെ ചീള് കല്ലുള്ളിയായിക്ക് മാറ്റുന്ന ഒരു പണിയാണ്. അപ്പൊ അതിങ്ങനെ ഉരച്ചിട്ട് അതിന്റെ ആ ഷാർപ്നെസ് നിലനിർത്തുമ്പോൾ താനേ ഉണ്ടായതല്ല, ഒരു ഉപകരണം തറയിൽ കിടക്കുന്ന ഒരു ഉപകരണം എടുത്തതല്ല. അതിനെ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കുന്ന ഒരു സംഭവം മനുഷ്യരാരംഭിക്കുന്നതാണ് വ്യത്യാസം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു കമ്പിന്റെ തുമ്പ് ഒന്ന് കുന്തം അല്ലെങ്കിൽ ഒടിഞ്ഞപ്പോൾ കുന്തം പോലെ ഇരിക്കുന്നു,
അപ്പൊ അത് പെട്ടെന്ന് കയറുന്നു എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുപോലെ ആക്കിയാലും ഇത് കയറും. അങ്ങനെ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കുന്ന പ്രവൃത്തി ഉണ്ടായപ്പോഴാണ് ഒരു കല്ലിന്റെ ഉളി കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ കല്ല് നോക്കി നടക്കുകയല്ല, ഉണ്ടായ ഷാർപ്പായ ഉളിയായിട്ട് മാറ്റിയത് കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊരു പിടിക്കാനൊരു പിടിയും കൂടെ ഉണ്ടായപ്പോൾ ഒരാൾ ഇത് കാണുമ്പോൾ ഇതാരാടാ ഇങ്ങനെ ആക്കിയതെന്ന് ചോദിക്കും. ഇങ്ങനെ ആക്കിയതെന്നുള്ള ചോദ്യത്തിന് പകരം ആളുകൾ സാറിന് ചോദിക്കുന്നത് ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പോ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന രീതിയിലല്ലാതെ ഒരാളുടെ കൗശലം, അയാളുടെ ഇന്റലിജൻസ് കൂടെ ചേർന്ന്, അയാളുടെ കരവിരുത്, സ്കില്ല് കൂടെ ചേർന്നാണ് ആ പിടിയുള്ള ഉളി ഉണ്ടായത്. ആ പിടിയുള്ള ഉളി ഉണ്ടായപ്പോഴാണ് ചോദ്യം ഉണ്ടായത്, ആരാ ഉണ്ടാക്കിയത്. ആ ചോദ്യം വന്നപ്പോൾ അത് തോമസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ രാമൻ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന തരത്തിലുള്ള പേരുകളെല്ലാം നമ്മൾ പറഞ്ഞത് ആരാ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യം ഉണ്ടായി. ഇത് മനുഷ്യന് ഒരു 50,000 വർഷത്തിനകത്ത് നമ്മളിപ്പോൾ ഉള്ളതിന് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ ഈ രൂപത്തിനകത്തൂടാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ആരും ചോദിക്കുന്നില്ല. കാരണം ഒരു വടിയെടുത്താൽ അടിച്ചാല് അതുണ്ടാക്കിയത് ആരാന്നുള്ള ചോദ്യമില്ല. കാരണം അതിനൊരു ഷേപ്പും വന്നില്ല, ഉപയോഗിച്ചിട്ടേ ഉള്ളൂ, ഉപകരണമാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കുന്ന പ്രവൃത്തി ഉണ്ടായപ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാകുകയും ഉത്തരം ഉണ്ടാകുകയും ചെയ്തത്. അപ്പൊ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് തലയൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നിട്ട് ആകാശത്തിട്ടൊക്കെ ഇവിടെ ഇതൊക്കെ ആരാടാ ഉണ്ടാക്കിയെന്ന് ഒരുത്തൻ ചോദിച്ചു. അപ്പോ ഉണ്ടാക്കിയതാണ് ഉള്ള അറിവ് വന്നപ്പോഴാണ് ഇതെല്ലാം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോഴാണ് ഇതുണ്ടാക്കാനൊക്കെ ആരെങ്കിലും വേണം എന്ന് നമ്മൾക്ക് അറിയുകയും മനുഷ്യ ചരിത്രത്തിനകത്ത് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ച യുക്തി കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ദൈവം ഉണ്ടായത്. ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരു ശക്തി വേണം എന്ന് കണ്ടുപിടിക്കുന്നത് വഴി അതിനെ ഉമ്മാക്കി എന്ന് പേരുമിട്ട് അതാത് പ്രദേശത്തുള്ള എല്ലാ ഗോത്രത്തിനകത്തും അവരുടെ ഉണ്ടാക്കിയവനെ അവർ കണ്ടുപിടിച്ചാൽ, അങ്ങനെ മനുഷ്യരുടെ ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ ഉണ്ടാക്കിയതിൽ നിന്നാണ് ദൈവം ഉണ്ടായത്. അതുകൊണ്ട് ആ ഓരോ ഗോത്രത്തിനും അവരെ ഉണ്ടാക്കിയ ഒരാളെ അവർ സങ്കല്പിച്ചാണ് കുലദൈവം ഉണ്ടായത്. എല്ലാ കുലത്തിനും ഒരു ഘട്ടം കഴിയുമ്പോൾ കുലദൈവങ്ങളുണ്ടായി. കാരണം ഈ ആലോചന ഉണ്ടായി തുടങ്ങിയത് ഈ ഉണ്ടാക്കുന്നതിനുണ്ടായ വ്യത്യാസമാണ്. അപ്പോഴാണ് ആ തരത്തിലുള്ള ഒരു ആശയം. അപ്പൊ ഒരു കൂട്ടരെ പിടിച്ചോണ്ട് വരുമ്പോൾ അവരുടെ ദൈവവും ഇവിടുത്തെ ആളുടെ ദൈവത്തിനെ കൂടെ ചേർത്ത് വെക്കുന്നിടത്താണ് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലത്തില് പിടിച്ചോണ്ട് വന്നവന്റെ ദൈവം വലിയ ദൈവവും ബാക്കിയുള്ളവരുടെ ദൈവം എല്ലാം കൊച്ചു ദൈവമായിട്ട് ഉപദൈവമായിട്ടിരിക്കുന്നത്. ഒക്കെ അങ്ങനെയാണ്. ഇവരെ ചേർത്തിണക്കാൻ ദൈവത്തിന്റെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതിനെയാണ് മതം എന്ന് പറയുന്നത്. ഇതിനെ കഥയൊക്കെ ഉണ്ടാക്കും. ഈ വലിയ ദൈവത്തിന്റെ അതിലെ പോയി കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായതാണ് നിങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞുള്ള കഥയൊക്കെ ഉണ്ടാക്കി ഇന്ന് നമ്മൾ കാണുന്ന പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും ഈ പറയുന്ന പ്രോസസ്സ്, തമ്മിൽ ചേർക്കുന്ന പ്രോസസ്സിനകത്ത് ആന്തരികമായ ആളുകളെ യോജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അന്ന് ഉപയോഗിച്ച ടെക്നിക്കാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു ഗോത്രത്തിനെ പറ്റിയുള്ള ബോധം എന്ന് പറയുന്നത് ആണ് നമ്മൾ ജാതി എന്ന് വിളിക്കുന്ന സാധനം. അത് അവിടെ സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷെ മതം അങ്ങനെയല്ല, ഈ ആളുകളെ യോജിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടായി കൊച്ചു ഗോത്രങ്ങളെ യോജിപ്പിച്ചിട്ടാണ് നമ്മളൊരു രാജ്യം ഉണ്ടാക്കുമ്പോൾ കുറേ ദൈവങ്ങളും പ്രധാന ദൈവവുമായിട്ട് നിന്നാൽ മതി. ആരാണ് യോജിപ്പിച്ചവർ, അതിന്റെ നേതാവ്, രാജാവ്, ഈ ദൈവത്തിന്റെ കണക്ഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥയൊക്കെ പഠിപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. പക്ഷെ രാജ്യങ്ങൾ തമ്മിൽ ചേരാൻ തുടങ്ങിയപ്പോൾ സാമ്രാജ്യം ഉണ്ടായി. അപ്പോൾ വലിയ ദൈവങ്ങൾ കുറേ വന്നു. അപ്പോഴെല്ലാവർക്കും കൂടെ മനസ്സിലായി ഇത് എളുപ്പമല്ല. അങ്ങനെയാണ് വലിയ ദൈവങ്ങളെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ദൈവത്തിന് വയ്ക്കുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തുവൊക്കെ ഒറ്റ ദൈവം പറയുന്നിടത്ത് എത്തുന്നത്. വലിയ സാമ്രാജ്യം ഉണ്ടാകുമ്പോൾ ഏകദൈവ വിശ്വാസം വലിയ സാമ്രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഏകദൈവ വിശ്വാസം വലിയ സാമ്രാജ്യത്തിനേക്കാളും വലിയ കൂട്ടായ്മ ഉണ്ടായപ്പോ പല ഏകദൈവ വിശ്വാസം ഉണ്ടായപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോഴാണ് നിങ്ങളുടെ ഏകദൈവമാണ് ഞങ്ങളുടെ ഏകദൈവമാണെന്നുള്ള അടി. അങ്ങനെയാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ തമ്മിൽ അടിക്കാൻ പറ്റുന്നത്. ആരുടെ ഏകദൈവമാണ് ശരി എന്ന് പറയുന്ന ചർച്ചയിലെത്തി. ദൈവം യോജിപ്പിക്കുന്ന ഘടകമല്ലാതായി മാറുന്നത് വ്യത്യസ്തമായ ഏകദൈവങ്ങൾ ഉണ്ടായപ്പോഴാണ്.
അതുവരെ പ്രധാന ദൈവവും ഉപദൈവവും മതിയായിരുന്നു. പക്ഷെ ഏകദൈവ വിശ്വാസം പലതുണ്ടായപ്പോഴാണ് ഇത് തമ്മിൽ ചേർക്കാൻ പറ്റാത്തത്. അപ്പോഴാണ് രാജാക്കന്മാര് ഈ ദൈവവിശ്വാസം, അതുകൊണ്ടാണ് അക്ബർ സ്വന്തം മതം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കാരണം പല ഏകദൈവം വന്ന് കുടുങ്ങി. അപ്പോൾ അയാൾ ദിന്നിലാഹി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന ആളുകളെ യോജിപ്പിക്കുക, പലതരത്തിലുള്ള മതങ്ങൾ ചേർത്തിട്ട് ഒരു മതം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് രാജ്യസ്നേഹം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നതാണ് അവിടെയാണ് നമ്മുടെ കൂറ് ദൈവത്തിനോടുള്ളത്. ദൈവത്തിനോടും രാജാവിനോടും അല്ല, രാഷ്ട്രത്തിനോട് കൂറെന്ന് പറയുന്നതാണ് രാജ്യസ്നേഹമായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ജാതി മത വിശ്വാസങ്ങളുടെ പുറത്ത് പോയി രാജ്യത്തിനകത്തെ പൗരനാകണമെന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണത്. അപ്പൊ ഈ പ്രോസസ്സാണത്. കൊച്ചു സ്ഥലത്ത് വന്ന് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടെത്തുന്നത് പോലെ ചിത്രം വരച്ചതിന് നമ്മുടെ ആന്തരികമായ ലോകം, അത് ആ ഏരിയ ഒന്നുകൂടെ അതിന്റെ ഒരു വശം കൂടെ പഠിക്കേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നമ്മളൊരു സംഘജീവിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. പശുവിനെ കൊണ്ട് പോകുമ്പോൾ നീ പശുവിനെ നോക്കി ആടിനെ മേയിക്കാൻ പോകുമെന്ന് പറയും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇച്ചിരി പേടി വരും. പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഒറ്റയ്ക്ക് നിന്ന പാട്ട് പാടും, അല്ലെങ്കിൽ കാര്യം പറയാൻ തുടങ്ങും. കുട്ടികളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണരുത്. അന്ന് ഞാൻ ആന്തരിക ലോകം എന്ന് പറഞ്ഞ ഒരു ഡയലോഗാണ്. കുട്ടികളെല്ലാം ഒറ്റയ്ക്ക് നിന്ന് കാര്യം പറയുന്നത് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ കേൾക്കും എന്ന് പറയുന്നതോടെ നമ്മൾ ഉറക്കെ പറയാതാണ്. പക്ഷെ അകത്ത് നമ്മളെപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കും. ഇയാള് ആന്തരികമായൊരു ഡയലോഗിലായിരിക്കും എപ്പോഴും ഉള്ളത്. അത് നമ്മൾ ഈ സംഘജീവി ആയതുകൊണ്ട് വേറെ ആളോട് മിണ്ടുന്ന പോലായി മിണ്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ആന്തരിക ലോകം രൂപപ്പെടുന്നത്. അപ്പം തൊട്ടടുത്തിരിക്കുന്ന എന്തിനോടെങ്കിലും കാര്യം, നമ്മൾ ചെടിയോടും കിളിയോടും ഈ പശുവിനോടും എല്ലാം കാര്യം പറയും നമ്മള്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ പോലുള്ള ആളുകളും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഒരിടത്ത് ഇങ്ങനെ പശുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ഒരു പാറയിലൊരു മൂക്കും കണ്ണുമൊക്കെ വരച്ചു വെച്ചിട്ട് അതിനോട് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ലോകം മുഴുവൻ, ഈ കൊച്ചു ദൈവങ്ങൾ മുഴുവൻ ഉണ്ടായത് ഈ പാറയിലും മരയിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന പടത്തിനോട് മിണ്ടാൻ പോയ വഴിയാണ്. അതിനോടൊന്ന് മിണ്ടിയ സമാധാനമാകുമെന്ന് കണ്ടത്. പറഞ്ഞാൽ എല്ലാം അനുസരിക്കുമല്ലോ, ഒരു തെറ്റ് ഭയങ്കര കൂട്ടല്ലയോ. എടാ ഞാൻ നാളെ വരുമ്പോഴത്തേന് ഇവിടെ പുല്ലെല്ലാം കളിച്ച് നിൽക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഡയലോഗാണ് അത്. പക്ഷെ അതിനോട് മിണ്ടണം, അല്ലാതെ മിണ്ടിയാൽ നമുക്ക് ഭ്രാന്താന്ന് എല്ലാവരും വിചാരിക്കും. അമ്പലത്തിന് മുന്നേ പോയി എന്ന് പ്രാർത്ഥിച്ച് ആരെങ്കിലും വഴക്ക് പറയത്തില്ല. ഇതാണ് സംഭവം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഭ്രാന്താണ്. നല്ല ഭ്രാന്ത് വരുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ പരസ്യമായിട്ട് ഒറ്റയ്ക്ക് മിണ്ടുന്നത്, ഉരുളുന്നത്, കരയുന്നതൊക്കെ ചെയ്ത ഭ്രാന്താന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അമ്പലത്തിന്റെ പള്ളിയുടെ മുന്നേ പോയാൽ അത് ഇല്ല, ലെജിറ്റിമേറ്റ് ആണ്. അത് ഇവിടുന്ന് ആരംഭിച്ചതാണ്. നമ്മൾ ഈ അടുത്തിരിക്കുന്ന കല്ലിനോട് നോക്കി മിണ്ടി തുടങ്ങുന്ന, കല്ലിന്റെ മുഖം വരയ്ക്കും, അത് കഴിഞ്ഞ് മുഖം വരയ്ക്കുന്ന ചിത്രമൊക്കെ വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് രൂപമൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കും. ഇതിനെ ആദ്യമേ കൊണ്ടുവന്ന് ഒരിടത്തൊക്കെ പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ചിട്ട് അങ്ങ് തുടങ്ങും. രാമ, കൃഷ്ണ, യേശു, അള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാനായിട്ട് വരുന്നത്. അപ്പം അരൂപിയാണ് ദൈവം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തമൊക്കെ ഉണ്ടായിട്ടാണ് ഈ അള്ളയൊക്കെ ഉണ്ടായത്. പക്ഷെ അപ്പൊ കവറിന്റെ അടുത്ത് പോകും, കാവയൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയാണുള്ളത്. എന്തെങ്കിലും വേണം നമുക്ക്. അത് കാരണം കൊണ്ട് പള്ളിയെ നോക്കും, തെക്കോ ഇത് ഞാൻ എന്തെങ്കിലും വേണം. അങ്ങനെ അരൂപിയാണെന്നൊക്കെ പറഞ്ഞാലൊന്നും നിൽക്കുന്നില്ല. മനുഷ്യർക്ക് എന്തെങ്കിലും രൂപം വേണം. അപ്പൊ ഏതെങ്കിലും ഒരു സാധനമൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഈ ചത്തവന്റെ ഒക്കെ ഈ ഇസ്ലാം മതത്തിനകത്ത് ഇഷ്ടം പോലെ മരിച്ചവരുടെ കവറടക്കുന്നിടത്ത് മുഴുവൻ ഒരു പോകും. അതേസമയത്ത് മറ്റുള്ളൊരു ദൈവത്തിനെ ഉണ്ടാക്കിയിട്ടാണ് അത് പരിഹരിക്കുന്നത്. കവർ വളർന്നുകൊണ്ടിരിക്കുക. കവർ വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് വരുന്നത്? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ആകുന്നത്. ഇപ്പൊ ആ കാബയില് കല്ല് പെറുക്കി എറിയാനായിട്ട് അത് ഇത്രയും ചെറിയൊരു സാധനമായിരുന്നു. ഒരു 1950 നമ്മൾ അവിടുത്തെ പടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത് ഈ ചെകുത്താന. ചെകുത്താൻ ഇപ്പൊ ഭയങ്കര പോക്കമാണ്, എറിയാൻ പറ്റുന്ന പരുവത്തിലായിട്ട്. എന്നിട്ട് വിഗ്രഹം ഇല്ലെന്നാണല്ലോ അഭിനയം. അപ്പൊ ഇതുമൊക്കെ നമ്മൾ ഇതെല്ലാം അറിയണം. മനുഷ്യർക്ക് അപ്പുറത്തൊരാളോട് മിണ്ടാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഘജീവി ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ ആന്തരിക ലോകം എന്ന് പറയുന്നത് ഡയലോഗിലാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആരാധനകൾ, ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ രൂപങ്ങളിലോട് നോക്കി പറയാനോ ഒരു ചിത്രം വരച്ചു വെക്കും, അതിനകത്ത് ഒരു ഖുറാന്റെ വരി എഴുതി വെക്കത്തില്ലേ. മറ്റുള്ളവർക്കൊക്കെ പിന്നെ രൂപം ഉണ്ട്, അതുകൊണ്ട് പിന്നെ അവർക്ക് അത് മതി. രൂപം ഇല്ലാത്ത ആളുകൾ ഒരു വചനം എഴുതി വെക്കും, അതിനോട് നോക്കി പ്രാർത്ഥിക്കും. ഇതാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതാണ്, അപ്പുറത്തൊരാള്
നമ്മളൊരു ആന്തരിക ഡയലോഗിലാണ്. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ പണ്ട് കാലത്ത് മനുഷ്യർ കണ്ടുപിടിച്ച, എന്താ പറയണ്ടേ, അവരുടെ ആന്തരികമായ സ്വാസ്ഥ്യത്തിന് കണ്ടുപിടിച്ചതാണ്. ഒരാൾ വേണം കാര്യം പറയാൻ. അങ്ങനെ അദൃശ്യനായ ഒരാളെ സൃഷ്ടിച്ച് മരങ്ങളോടും ചെടികളോടും കാര്യം പറയുന്നതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് മിണ്ടാൻ പറ്റും എന്ന് കണ്ടെത്തിയതാണ് നമ്മളീ പറയുന്ന ദൈവസങ്കല്പം. അത്രേ ഉള്ളൂ. അത് പലതരത്തില് ഞാൻ എല്ലാം അതിന്റെ സൂക്ഷ്മതയെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. മാനസികമായ സ്വാസ്ഥ്യം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരാളോട് പറയുമ്പോൾ പറഞ്ഞൊഴിയുക, കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ദേഹത്ത് ഉണ്ടായ കെമിസ്ട്രി മുഴുവൻ പോവും. ഇടിയിടാനും തല്ലാനും കരയാനും ബഹളം വയ്ക്കാനും ഒക്കെ വേണ്ടി ഉണ്ടായ കെമിസ്ട്രിയാണ്. അതിങ്ങനെ പറഞ്ഞ് കരഞ്ഞാൽ ഒഴിഞ്ഞു പോകും. അതെങ്ങനെയാണ്, ഞാൻ ഒരു ഉദാഹരണത്തിന് നേരത്തെ ആൾക്കാരോട് പറഞ്ഞതാണ്. ഒരു ആന കയറി ഒരു ഗ്രാമത്തിൽ വരുമ്പം പട്ടി പേടിക്കും. അപ്പോൾ പട്ടി കടന്ന് കുരയ്ക്കും. ആനയ്ക്ക് പട്ടിയെ പേടിയില്ലാത്തതുകൊണ്ട് ആന അങ്ങ് പോകും. പക്ഷെ പട്ടി കുര നിർത്തത്തിൽ അവിടെ ഇരുന്ന് കുരച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവസാനം കല്ലുവരയ്ക്കായിരിക്കും, പട്ടിക്ക് എന്ത് നിർത്തത്തില്ലയോ എന്ന് ചോദിക്കും. അത് ഈ ആനയെ കണ്ട് പേടിച്ചിട്ട് ശരീരത്തിലുണ്ടായ മുഴുവൻ പറഞ്ഞ് കരഞ്ഞ് തീർക്കുകയാണ്. നമ്മളിത് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് അൾസർ വരും. കാരണം ഇയാളുടെ സീനിയർ ഡയറക്ടർ തനിക്ക് പണി തരുമ്പം നല്ല ദേഷ്യം വരും, പക്ഷെ കാണിക്കാക്കത്തില്ല. അപ്പൊ ഇയാളത് എല്ലാം അടക്കി വെച്ചോണ്ടിരിക്കും. ഓഫീസിലെല്ലാം ഇരിക്കുന്നവരുടെ, ഈ മേളിലിരിക്കുന്നവർക്ക് മുഴുവനും എല്ലാവരും വരും. അങ്ങനെ അങ്ങാടി തോറ്റാൽ അമ്മയോടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കിടും. വീട്ടിൽ വഴക്കിട്ടാൽ ഓഫീസിൽ പോയി വഴക്കിടും. നമ്മളെപ്പോഴും കാണേണ്ടതാണ്. എവിടെയാണോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് ആ സമയത്ത് ഇഷ്ടംപോലെ കെമിസ്ട്രി നമ്മുടെ ശരീരത്തുണ്ടാവും. അടിയിടാനും വഴക്കിടാനുമാണ്. ഞാനിത് അടക്കി വെക്കാത്തതുകൊണ്ട് ഈ വെള്ളം വെക്കുന്നത്. എനിക്കിതറിയാം. എനിക്ക് ആൾസർ ഒന്നും വരാതെ ഞാൻ സമ്മതിക്കത്തില്ല. ഒരുത്തം മര്യാദയായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് വേണ്ടുന്നത്. എല്ലാ ഗ്രാമീണരും തമ്മിൽ അടിച്ച് അവർ വേലിക്ക് നിന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കുറെ പറഞ്ഞ് കഴിഞ്ഞ് ഒരടിയും കിട്ടി വീട്ടിൽ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നമ്മൾ ഇതൊന്നും ചെയ്യാതെ സിവിലൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വീട്ടിൽ വന്നിട്ട് മറക്കാൻ പറ്റത്തില്ല അനുഭവിച്ചതൊന്നും. അവിടെ കിടന്ന് വിഷമിച്ചിട്ട് അവസാനം രാത്രിയാകുമ്പോൾ ദുസ്വപ്നവും കണ്ടിട്ട് ഉണങ്ങി ഡിപ്രഷനും ബാധിച്ച് അവസാനം സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് മേടിച്ച് തിന്നാതെ ഇത് ഒഴിവാകത്തില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ദൈവമേ അയലത്തുകാരൻ്റെ കാലൊടിയണേ എന്ന് പറയുന്ന പ്രാർത്ഥന നടത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഒടിയനെ കണ്ടിട്ട് അവന്റെ കാലൊടിയുന്നതിനുള്ള മന്ത്രം ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ സമാധാനം ഉണ്ടാകുന്നത്. ഇത് ചുമ്മാ പറഞ്ഞു തീർക്കാനും കരഞ്ഞു തീർക്കാനും പറ്റുമെന്ന് അറിയാമെങ്കിലും എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ഇതൊക്കെ. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന സ്ഥലങ്ങളാണ് നമ്മളിതൊക്കെ. അല്ലാതെ അത്ഭുതകരമായ ദൈവവും അത്ഭുതകരമായ പ്രവർത്തനമൊന്നും അവിടെ ഇല്ല. ലോകത്തിലെ ഏതെങ്കിലും ദൈവം മര്യാദയ്ക്ക് പെരുമാറുമായിരുന്നുണ്ടെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ തെണ്ടിയിരിക്കുന്ന ഒരാളും ഉണ്ടാകത്തില്ല. അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ വാതിക്കയിരിക്കുന്നതിനെല്ലാം എന്തുമാത്രം നിരന്തരവാസികളാണ്. ആ കാബയുടെ കൂടെ ആ മക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ ദാനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നാണം തോന്നും. യെരുശലേമില് ഒക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, എത്രയോ നിരന്തരവാസികളാണ് ഇരിക്കുന്നത്. ഏത് പള്ളിയുടെ ഏത് അമ്പലത്തിന്റെ മുന്നേ പോയാൽ മതി. വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ആരെങ്കിലും അതിന് മുന്നേ ഇരിക്കുവോ? അതെ, അങ്ങനെയില്ല. ഈ ആശ്വാസത്തിനുള്ള സാധനം മാത്രമേ അതിനകത്തുള്ളൂ. അത് എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ആശ്വാസമാണ് അവിടെ പോയിരിക്കുന്നത്. സത്യമാണ്. പക്ഷെ അതൊരു കപട ആശ്വാസം, യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സാധനമല്ല. യഥാർത്ഥത്തിൽ ആ ചുറ്റുപാടുള്ള നമ്മൾ ഈ പറയുന്ന തരത്തിൽ മര്യാദകളായിട്ട് പെരുമാറുന്നവനെ നിയമപരമായി നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഏതാണ്ട് 141 പേര് മരിച്ചപ്പോഴും ഒരെണ്ണം രക്ഷപ്പെട്ടപ്പോ അവിടെ ദൈവത്തിന്റെ കരം പതിച്ചത്. അതെങ്ങനെയാണ് ആൾക്കാർക്ക് അവസാനത്തെ പിടിവള്ളി. അവനും കൂടെ ചത്തായിരുന്നെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല. ആളുകളതൊക്കെ എപ്പോഴും പറയും 6 പേരുമായിട്ട് ഗുരുവായൂർ പോകും. കൊച്ചിന് ഊണും കൊടുത്ത് പുതിയ കാറിന് പൂജയും കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ട് വണ്ടി ഇടിച്ച് 5 പേരും ചാകും. കൊച്ചും തള്ളയും മാത്രം. അപ്പൊ പറയും ഗുരുവായൂരപ്പൻ രക്ഷിച്ചെന്ന് പറയും. അത് തന്നെയാണത്. അത് ബാക്കി 5 പേരുടെ കാര്യം എങ്ങനെ പോയി എന്നുള്ള കാര്യം മിണ്ടത്തില്ല. കൊച്ചിന്റെ ഭാവി എന്താ? മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് രക്ഷ എന്നുള്ള നിലവാരത്തിൽ ഉള്ള അതും കൂടെ പോയാൽ ഇവൻ വെള്ളത്തിലാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരത് പറയുന്നു. പാവം, അത്രേ ഉള്ളൂ അർത്ഥം. പാവങ്ങൾ മാത്രമാണ്, ദരിദ്രര് മാത്രമാണ്, നിസ്സഹായരായ ആൾക്കാരുടെ അവലംബമാണ് ദൈവങ്ങളെല്ലാം. ഇതേപോലെ പ്രസ്താവനകൾ ഇറക്കുകയും ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ സജീവമാണ്. അപ്പോൾ അവിടെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ മൈത്രേനെ ആ വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരിൽ നിന്നൊക്കെ അവരുടെ രാഷ്ട്രീയമാണ് എനിക്കില്ലാത്തത്. പിന്നീട് മൈത്രേന്റെ ആശയങ്ങളെ അവർ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അതേതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയമല്ല എന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം.
അതുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കാൻ എനിക്ക് കഴിയില്ല. അവര് ഞാൻ പറയുന്നതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ട് വേണം അവര് നല്ല ആളാണ്. അതെല്ലാ മതവിശ്വാസികളെ പോലെ അവരും അങ്ങനെ. കഴിഞ്ഞിടയ്ക്ക് ഒരു കുയുക്തിവാദികൾ എന്നൊരു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് യുക്തിവാദികൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവർ മറ്റെല്ലാ മതവിശ്വാസികളെ പോലെ ആയി എന്ന് മനസ്സിലായാൽ മതി. അല്ല വേറെ ഒരു സംഘത്തിന്റെ പ്രശ്നമാണ്. ഏത് സംഘത്തിനും വരും. CPM തമ്മിൽ വഴക്കിടുന്ന പോലെ, നക്സലേറ്റുകള് പല ഘടകങ്ങളിൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടി പോലെയാണ്. ഏത് പ്രസ്ഥാനവും അങ്ങനെ മുറിയും. എസൻസ് ഗ്ലോബലിനെ സംബന്ധിച്ചിട്ട് ഒരു മതത്തെ മാത്രം കൂടുതൽ ആക്രമിക്കുന്നതായിട്ട്, അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയം ഇല്ല, എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിലവിൽ ഇവിടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് അവർക്കുള്ളതെന്ന് കാണാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിനുമായിട്ട് നമുക്ക് യോജിപ്പില്ല. ഈ രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമാണ്. അവർ പറയുന്ന വസ്തുതകളോടുള്ള വിയോജിപ്പ്. വസ്തുതകള് ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അത് തോക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ അറിവെന്ന് പറയുന്ന തോക്ക് പോലെ ആവും. എസൻസ് ഗ്ലോബൽ അങ്ങനെ ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു കൈകളിൽ നിന്നാണോ? എനിക്ക് അവരുടെ രാഷ്ട്രീയം അതാണെന്ന് കാണാൻ പറ്റും. അവർക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധമുണ്ടോന്നോ എന്ന് എനിക്കറിഞ്ഞോട്ടെ. കോമൺ രാഷ്ട്രീയം വരത്തില്ല. അതിന് ഈ രാജ്യത്ത് വേണമെന്നോ ഒരു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അതെ, അതുകൊണ്ടാണ് ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ടത്, ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. അതിനോടാണ് യോജിപ്പിക്കാത്തത്. അല്ലാതെ രണ്ടും നാലെന്ന് അവർ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാം, അങ്ങനെ പറയാൻ ഒക്കത്തില്ലല്ലോ. അത് നമുക്ക് അറിഞ്ഞോട്ടെ, അതൊക്കെ ശരിയാകും. ഈ ആരിഫ് ഹുസൈൻ പല ഇതിനകത്ത് ഡിബേറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദുവിൽ ഇതിങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുന്നത്. അതാണ് ഹിന്ദു മതം ഉണ്ടെന്ന് തെറ്റായിട്ട് പറയുന്നോണ്ടല്ലേ. ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു മതമാണ് അത്. യൂറോപ്യൻ മതം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറയുന്ന പോലെ സൗത്ത് അമേരിക്കൻ മതം ഉണ്ടോ? ഒരു പ്രദേശത്തെ ജനതയാണ് ഹിന്ദുക്കൾ. സിന്ധു നദീതടത്തിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്നവരെ പേർഷ്യക്കാർ നമ്മൾ വിളിക്കുന്ന പോലെ പേർഷ്യക്കാർ നമ്മളെ വിളിച്ചിരുന്ന വാക്കാണ് ഹിന്ദു, അല്ലാതെ ഒരു മതമല്ല. ഇവിടെ ഉണ്ടായിരുന്ന മതം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനും ഒരു സവിശേഷമായ ഗ്രന്ഥവും ഒക്കെ ആയിട്ടുള്ള ഒരു മതവിശ്വാസമാണെങ്കിൽ നമ്മൾക്ക് ആ നിലവാരത്തിൽ അത് ഉണ്ടായിട്ടില്ല. ശൈവ മതമുണ്ട്, ശാക്തേയ മതമുണ്ട്, വൈഷ്ണവ മതമുണ്ട്, വൈദിക മതമുണ്ട്. ഇതെല്ലാം ചെറിയ മതങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ഒരു പ്രധാന ദൈവവും ഉപദൈവങ്ങളും ഉള്ള തരത്തിലുള്ള ഒരു സ്ഥലമായിട്ട് യഥാർത്ഥത്തിൽ ഒരു സാമ്രാജ്യത്തിന് ചേരുന്ന ഏകദൈവ വിശ്വാസമുള്ള മതമായി അത് മാറിയിട്ടില്ല. ഇതുകൊണ്ടാണ് അതിന് ആയിരക്കണക്കിന് ജാതി കൂട്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ, ട്രൈബിന്റെ കൂട്ടമേ ആയിട്ടുള്ളൂ. മതം അങ്ങനല്ല. അത് ബുദ്ധമതം, ജൈനമതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം, സ്വരാഷ്ട്രീയന്റെ മതം, ജൂതം മതം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് പ്രവാചകനും ഉണ്ടാവും, ഗ്രന്ഥങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം ഈ പറയുന്ന അതുകൊണ്ടാണ് ഇയാള് ഇപ്പൊ പുതിയ സിനിമയ്ക്കകത്ത് ഞാൻ മതം മാറി ഹിന്ദു ആകാൻ പോവാന്ന് പറയുമ്പോ അതിനെ ഏത് ജാതി ചേരുമെന്ന് ചോദിക്കുന്ന ചോദ്യം വരും. നിങ്ങൾക്ക് ഇയാള് പോയിട്ട് ഹിന്ദു മതത്തിൽ ചേരാൻ പറ്റത്തില്ല, ജാതിയേ ഉള്ളു. അതങ്ങനെ ഘടിപ്പിക്കപ്പെട്ട ഓർഗനൈസ്ഡ് റിലിജൻ അല്ല, കുറെ വിശ്വാസങ്ങൾ മാത്രമാണ്. അത് പല മതവിശ്വാസങ്ങള് ചേർന്നതാണ്. അതുകൊണ്ടാണ് അതൊരു മതമായിട്ടില്ല. അതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇപ്പൊ RSSകാരോ മതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഹിന്ദുത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഹിന്ദു മതമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നിലനിൽക്കുന്ന ഹിന്ദു മതമില്ല. ശൈവ മതം എന്ന് പറയുന്നത് അവരെല്ലാം തമ്മിൽ വഴക്കിടും. ശിവനാണ് ഞങ്ങളുടെ പ്രധാന ദൈവം, നിങ്ങളുടെ വിഷ്ണുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ കഥകൾ ആ പുരാണത്തിലൊക്കെ കാണാം. ശിവന്റെ ലിംഗത്തിന്റെ അടി കാണാൻ പോയ ബ്രഹ്മാവും മറ്റേ അങ്ങനത്തെ പേര് വിഷ്ണു ഒക്കെ ഉള്ള കഥയൊക്കെ ഉണ്ട്. അതിങ്ങനെയാണ് ശൈവമത ഭക്തന്മാരുണ്ടാക്കുന്ന ആ കഥ. എന്നിട്ട് ഇവർ രണ്ടുപേരും വിവരം കെട്ടവരാണെന്ന് അതിനകത്ത് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു, വിഷ്ണു പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ രക്ഷിച്ച്. അങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവിനെ ശിക്ഷിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. അല്ല, ബ്രഹ്മാവിനൊരു ദൈവവും ഇല്ലല്ലോ, ഒരു അമ്പലവും ഇല്ലല്ലോ. കള്ളം പറഞ്ഞ ഇതൊക്കെ നമ്മൾ പറയുന്നത് അത് ചുമ്മാതെ പിന്നീട് ഉണ്ടാക്കിയൊരു ദൈവമാണ്, ഉണ്ടാക്കുന്ന സൃഷ്ടി. ഇവിടെ ഉണ്ടായിരുന്ന ശിവനും വിഷ്ണുവും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വേദമില്ലേ, ഋഗ്വേദത്തിനകത്ത് ഈ ഒരു ദൈവവും ഇല്ല. ഇന്ത്യയിലുള്ള ഒരു ദൈവവും അതിനകത്തില്ല. ഒറ്റത്തവണയാണ് രുദ്ര എന്നുള്ളൊരു വാക്ക് മാത്രമാണ് ഒരു പ്രയോഗം ഉള്ളത്. അത് ഈ ശിവനുമായിട്ട് കടുപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ നാരായണനും ഇല്ല, വിഷ്ണുവും ഇല്ല, ഇതൊന്നും ഇല്ല. അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് ഇന്ദ്രനും വരുണനും ഒക്കെയാണ്. അതൊന്നും ഇവിടെ ഇന്ത്യയിൽ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? അപ്പോ
വേദം ഇന്ത്യക്കാരൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദം എന്തായാലും ഇന്ത്യയിലെ ദൈവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് മാത്രമല്ല, അതിനകത്ത് പ്രധാന ദൈവൻ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഉപനിഷത്തൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ശാന്തി മന്ത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ അവർ ഭജിക്കുന്നത് ഇന്ദ്രനെയാണ്. ഇന്ദ്രനെ പിൽക്കാലത്ത് അപമാനിതനായ ദൈവമാണ്. സഹസ്രലിംഗമുള്ള ആളായിട്ടൊക്കെ അപമാനിക്കപ്പെടുന്ന ദൈവമാണ്. അതാണ് ഉപനിഷത്തിനകത്തൊക്കെ ഉള്ളത്. അപ്പൊ ആ കാലഘട്ടവും ആ ദൈവങ്ങളും ഈ ഇന്ത്യക്ക് ഇന്ന് നമ്മൾ പറയുന്ന ഭാരതവുമായി അതിനൊരു ബന്ധമില്ല. അത് പിൽക്കാലത്ത് ഉണ്ടായതാ. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കണം. ദൈവങ്ങളൊക്കെ എന്നെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ തമ്മിൽ ചേർത്തുണ്ടാക്കിയതാണ് അതെല്ലാം. അല്ലാതെ ഹിന്ദു മതമില്ല, ജാതി കൂട്ടങ്ങളേ ഉള്ളൂ. പഴയ വിശ്വാസങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഓരോ ഗോത്രത്തിനും അനുസരിച്ച് ട്രഡീഷൻസ് നിൽക്കും. അതെല്ലാം ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളാണെന്ന് പറയരുത്. മറ്റതങ്ങനല്ല. കൃത്യമായിട്ട് ഒരു ഗ്രന്ഥം ഉണ്ടാകും, അതിനൊരു പ്രവാചകൻ ഉണ്ടാകും, അതിന് കോഡ് ഓഫ് ലോ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനമില്ല. എല്ലാവരും രാവിലെ എണ്ണീറ്റിട്ട് വേദം വായിക്കുന്നുണ്ടോ? ബൈബിളും ഖുറാനും ഒക്കെ വായിക്കണോ ആ മതക്കാർക്ക്? അതൊന്നും ഇവർക്കില്ല. അത് കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയാണെന്ന് പറയും. ഭഗവത്ഗീത വായിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. ഇതെല്ലാം നമുക്ക് കാണരുത്. അങ്ങനെ ഒരു മതമേ അല്ലത്. എങ്ങനെയാണ് ഇങ്ങനെ ഹിന്ദു മതം എന്നുള്ള വാക്കുണ്ടായതെന്നറിയോ? അറിയോ? അത് ബ്രിട്ടീഷുകാർ സെൻസസ് എടുക്കാൻ പോയപ്പോ അവര് ഇസ്ലാം മതം, ക്രിസ്തു മതം, സൊറാസ്ട്രിയൻ മതം, ബുദ്ധമതം, ജൈനമതം എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള അവിയലിനെ മുഴുവനും കൂടെ ചേർത്ത് ഹിന്ദു എന്ന് എഴുതിയത് വഴിയാണ് ഹിന്ദു മതം ഉണ്ടായത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഹിന്ദു മതം. ഇതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലുള്ള ജാതിയിലെ ആചാരങ്ങളോ യാതൊരു ബന്ധമില്ലാത്തതാണ് ഓരോ രാജ്യത്തും ഇവിടെയുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനത എന്നുള്ള നിലവാരത്തിലുള്ള ബന്ധമേ ഉള്ളൂ. യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നവരെ, റഷ്യക്കാർ എന്ന് വിളിക്കുന്നവരെ, ആഫ്രിക്കക്കാരെന്ന് വിളിക്കുന്നവരെ, സൗത്ത് അമേരിക്കക്കാർ വിളിക്കുന്നവരെ നമ്മൾ പറയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തിനെയാണ് ഹിന്ദു എന്ന് പറയുന്ന. ഇന്ത്യക്കാർ എന്ന് പറയുന്നതിന് പഴയ വാക്കാണ്. ഇന്ത്യ എന്നുള്ള വാക്കും സിന്ധു എന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നതിന് അർത്ഥം മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ടാണ് അതിന് മതത്തിന്റെ ഘടനയില്ലാത്തത്. ഓക്കെ, ഈ പറയുന്ന ജാതിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നും ആ ജാതി എന്ന് പറയുന്ന ഒരു സാധനം, ജാതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോത്രബോധ ആണ്. ഒരു ഗോത്രം ഒരു 10-30 പേര് തൊട്ട് 50 പേരാകുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഗ്യാദർ ചെയ്തായിരുന്നു ജീവിക്കുന്നത്. നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭക്ഷണം തേടിയും ശേഖരിച്ചും ജീവിച്ചിരുന്ന കാലത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു 50 പേരോളൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് ഭക്ഷണം കിട്ടാതാവും. കിട്ടുന്ന ഭക്ഷണം അവർക്ക്, അപ്പോൾ അവർ പിരിയും. 20 പേരും 30 പേരും എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ പിരിയും. പിരിഞ്ഞ് വീണ്ടും 50 പേരാകുമ്പോൾ അവർ പിരിയും. അങ്ങനെ പിരിഞ്ഞ് ഭൂമി മുഴുവൻ പരന്നാണ് നമ്മൾ ഭൂമി മുഴുവൻ മനുഷ്യരായത്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരേ മനുഷ്യരാണ്. ആദ്യത്തെ ഗോത്രം 2ആയി, 2 4ആയി, 4 8ആയി, ഇങ്ങനെ ഭൂമി മുഴുവനും പരന്നു. അപ്പോൾ ഭൂമിത്തെ രേഖയിൽ ജീവിച്ചിരുന്ന മനുഷ്യര് വടക്ക് പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് 1000 തലമുറ കൊണ്ടാണ് വെളുത്തവരായി പോകുന്നത്. അല്ലാതെ വെളുത്തവർ ആദ്യം ഉണ്ടാകുകയല്ല. കറുത്ത മനുഷ്യരാണ് വെളുത്തത്. കറുത്ത കരടിയാണ് ധ്രുവകരടിയാകുന്നത്, വെളുത്ത കരടിയാകുന്നത്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് നമ്മുടെ ശരീരത്ത് തട്ടി നമ്മുടെ മെലാനിൻ എന്ന് പറയുന്ന കറുപ്പ്, നമുക്ക് ക്യാൻസർ ഉണ്ടാകാതിരിക്കാനുള്ള തടസ്സം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ കറുപ്പ്. പക്ഷെ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ വടക്കോട്ട് നമ്മൾ നീങ്ങോ അല്ലെങ്കിൽ ഭൂമിയുടെ തെക്കേ അറ്റത്തോട്ട് പോവുകയോ ചെയ്താൽ സൂര്യപ്രകാശം ചരിഞ്ഞേ വരുള്ളൂ. അപ്പോൾ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പം തടയാനുള്ള മെലാനിനുള്ള ആൾക്കാരുടെ മക്കളുണ്ടാകത്തില്ല. കാരണം വൈറ്റമിൻ ഡി ഇല്ലാതെ ചത്തുപോകും നേരത്തെ. അപ്പോൾ കൂട്ടത്തിൽ വെളുത്തവരുടെ മക്കൾ ഉണ്ടായാണ് അത് 100 കണക്കിന് തലമുറ കൊണ്ടാണ് നമ്മൾ വെളുത്തു പോകുന്നത്. അതുകൊണ്ടാണ് ധ്രുവത്തിലോട്ട് പോകുമ്പോൾ എല്ലാവരും വെളുക്കും. ധ്രുവത്തിലുള്ളവര് തെക്കോട്ട് നടന്ന് ഭൂമധ്യരേഖയിലോട്ട് വന്നാൽ പതുക്കെ കറക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ബ്രൗൺ ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെയത് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് പരിണാമം എന്ന് നമ്മൾ പറയുന്നത്. കറുത്തവർ വെളുത്തവരാകുന്നത്, ബ്രൗൺ ആയിട്ടുള്ള ഇരുണ്ട നിറമുള്ളവരായി മാറുന്നത്, മഞ്ഞ നിറമുള്ളവരായി മാറുന്നത്, നല്ലോണം വെളുത്തവര് വടക്കേട്ട് പോകുന്ന സമയത്ത് ചുവക്കുന്നവരാകും. അങ്ങനെയാണ് നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ടാകുന്നത്. കാരണം സൈബീരിയയുടെ ഭാഗത്തൂടെ താഴോട്ട് പോയവരാ.
അപ്പൊ പലതരത്തിലുള്ള നിറങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് വ്യത്യസ്തരായ മനുഷ്യരായി മാറുന്നവര് ഒറ്റ ഇനം മനുഷ്യർ തന്നെയാണ്. ഈ മനുഷ്യരുടെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിനകത്തൂടാണ് ഓരോ പ്രദേശത്ത് ഗോത്രങ്ങളായിട്ട് ഇരുന്നവര് ഒന്നിച്ചു ചേർന്ന് നമ്മൾ ഇന്ന് കാണുന്ന രാജ്യങ്ങളിലേക്ക് വരുന്നത്. വള്ളം കണ്ടുപിടിച്ച് പെട്ടെന്ന് കയറി വരുമ്പോഴാണ് വെളുത്തവര് വ്യത്യസ്തരാണ്, വേറെ ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയത്. അങ്ങനെയാണ് നമ്മൾ വെള്ളക്കാരുണ്ടായതും കറുത്തവരും ഉണ്ടായതൊക്കെ വരും. നമ്മൾ അങ്ങനെ റേസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച ജീവിയാണ് നമ്മൾ. അങ്ങനെയാണ് റേസിസം ഒക്കെ ഉണ്ടായത്. അപ്പൊ ആ നിലവാരത്തിലുള്ള വ്യത്യാസങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിൽ മനസ്സിലാക്കാതെ വന്നപ്പോഴാണ് ഓരോ ഗോത്രവും വ്യത്യസ്തരായിട്ട്, നിങ്ങളുടെ ഒരു ഗോത്രത്തിന് അതിരുണ്ട്, അത്രയും ആൾക്കാർ. അപ്പൊ രക്തബന്ധുവായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രമേ അവർ പരസ്പരം കാണത്തുള്ളൂ. ഒരു പ്രദേശത്തുള്ള പിരിഞ്ഞ ആൾക്കാർ ഒന്നിച്ചു കൂടും. പലതരത്തില് ഒരു നല്ല സീസൺ വരുന്നത്, അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഉത്സവങ്ങളായിട്ട് വരുന്നത്. ആ സ്ഥലത്താണ് ഈ ആരാധന സ്ഥലങ്ങളായിട്ട് മാറുന്നതൊക്കെ. പിരിയുന്നവർ പറയും നമുക്ക് ഇന്ന സമയത്ത് ഇന്നടുത്ത് തമ്മിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആ കാലം ഗണിക്കാനായിട്ടൊക്കെ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഒരു തോട്ടിന്റെ വലിയൊരു ആറ്റിന്റെ കരയിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചവിട്ടിലോ അല്ലെങ്കിൽ ഒരു മലയുടെ സൈഡിലോ ഒക്കെ ആയിരിക്കും. അതൊക്കെയാണ് പിൽക്കാലത്ത് തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ മാറുന്നത്. ഈ ഗ്യാതറിങ് സംഭവിച്ച സ്ഥലങ്ങളാണ്. അവിടെ തന്നെയാണ് ഓരോ വിഭാഗവും അവരുടേതായ സ്കില്ല് മറ്റുള്ളവരെ കാണിക്കുന്നിടത്തും അവർ വികസിപ്പിച്ച പല കഴിവുകളും മറ്റുള്ളവരെ കാണിച്ച് മിടുക്കരായ ഇതിനകത്ത് സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആൾക്കാർ മാറുന്നത് ഒരു പ്രോസസ്സ് നടക്കുന്നത് പോലെ കൃഷി കണ്ടുപിടിച്ചപ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരായി മാറി. അതുവരെ മുമ്പോട്ടും പുറകോട്ടും തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ തോട്ടിന്റെ കരയെ കഴിയുന്നവർ മീനെ പിടിക്കാൻ തുടങ്ങി. മാർഷ് ചതുപ്പ് നിലമുള്ളിടത്ത് കൃഷി ചെയ്യാൻ പഠിച്ചു. കാട്ടിന്റെ സൈഡിലുള്ളവർക്ക് മരത്തെ കയറാൻ പഠിച്ചു, പഴങ്ങൾ പറിക്കുന്നത്. മലയുടെ സൈഡിലുള്ളവൻ തേനെടുക്കാൻ പഠിക്കുന്നത്. തോടുള്ളിടത്ത് ആമയെ കുത്താൻ പഠിക്കുന്നത്. കടലിന്റെ തീരത്ത് താമസിക്കുന്ന കടലിൽ നിന്ന് മീനെ പിടിക്കാൻ പഠിക്കുന്നത് എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അറിവാണ്, തൊഴിലല്ല. കുരങ്ങനെ മരത്തെ കയറാൻ അറിയുന്ന അതിന്റെ തൊഴിലല്ല, അതിന്റെ കഴിവാണ്. പക്ഷെ ഒരു ഗ്രൂപ്പിനെ വേറെ ഗ്രൂപ്പ് പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കിയപ്പോൾ അവരുടെ കഴിവ് ചെയ്യാനും അത് അവരുടെ കഴിവ് വർക്കാക്കി മാറ്റി. അങ്ങനെയാണ് അധ്വാനം ജോലിയായി മാറിയതാണ് നമ്മൾ കാണുന്ന ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായി ഇന്ന് കാണുന്ന. അപ്പോൾ അവരുടെ കഴിവ്, മരത്തെ കയറാനുള്ള അവരുടെ കഴിവ്, തെങ്ങേ കയറാനുള്ള കഴിവ്, മലയെ കയറാനുള്ള കഴിവ്, തേനെടുക്കാനുള്ള കഴിവ് അവരുടെ ജോലിയായി മാറ്റിയത് ഈ രാജ്യനിർമ്മാണ കാലത്താണ്. അപ്പോഴാണ് ഗോത്രബോധം തൊഴിലിനോട് ഘടിപ്പിച്ച് ജാതി ഉണ്ടായത്. അങ്ങനെയാണ് കുലത്തൊഴിലുണ്ടായത്. മനസ്സിലായോ? ഈ പ്രോസസ്സാണ്. അപ്പം ജാതിബോധം എന്ന് നമ്മൾ പറയുന്നത് ഗോത്രബോധം തൊഴിലിനോട് ഘടിപ്പിച്ച് അവരുടെ ഡെസിഗ്നേഷൻ, ഈ പണിയാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ് ഓരോ വിഭാഗമായി. നമ്മളിപ്പോൾ ഒരു നഗരമൊക്കെ എടുത്താൽ ഓരോ വിഭാഗം ഓരോ സ്ട്രീറ്റ് ജീവിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ നെയ്ത്തുകാരൊരിടത്ത് ഇരിക്കുന്നത്, അപ്പൊ പാ നെയ്യാനുള്ള കഴിവുള്ളവർ നെയ്ത്തുകാർ അവരുടെ കുലത്തൊഴിലായി. അങ്ങനെയാണ് തൊഴിലിനോട് ബന്ധപ്പെട്ട് ഗോത്രബോധം മാറിയപ്പോഴാണ് ജാതിയായത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നവര് തൊഴിൽ മാറിയാല് ഗ്രൂപ്പ് ബോധം പോകത്തില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് ഐഡന്റിറ്റി നമ്മൾ നിലനിർത്താൻ എപ്പോഴും ചെയ്യും. അങ്ങനെയാണ് പേരിനോടൊപ്പം ജാതി ചേർക്കുന്ന മനുഷ്യരുണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പൊ വേറെ തൊഴിലൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഇന്ന പാരമ്പര്യത്തിൽ വന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ജീവിതത്തിന് അനുകൂലമായി അവർക്ക് പിടിച്ചോണ്ട് വന്നവരുടെ കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് ജാതി മാറണ്ട. പിടിക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ആ ജാതി അവർക്ക് തടസ്സമാണ്. അതുകൊണ്ടാണ് തട്ട് സമൂഹത്തിനകത്ത് താഴെ തട്ടി പെട്ടുപോയവർ പറഞ്ഞാൽ ഒന്നാമത്തെ ആൾക്കാർ പിടിച്ചോണ്ട് വന്നവരെ രണ്ടാമതാക്കി. മൂന്നാമത്തെ കൂട്ടരെ പിടിച്ചോണ്ട് വന്നപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല, അവർ ഞങ്ങളുടെ താഴെ വേണം. അങ്ങനെയാണ് മൂന്നാം തട്ടുണ്ടായത്, നാലാം തട്ടുണ്ടായത്, അഞ്ചാം തട്ട്. പിന്നെ നമ്പർ താഴോട്ട് പോകാൻ പറ്റാത്തപ്പോഴാണ് പല തട്ടുകൾ. അങ്ങനെയാണ് പഞ്ചമന്മാരെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായത്. അതിങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ യോജിപ്പിച്ച് ഒരു രാജ്യം ഉണ്ടാക്കിയപ്പോൾ പല തട്ടിലുള്ള മനുഷ്യരെ സൃഷ്ടിച്ചത് വഴിയാണ് ഗോത്രബോധം തൊഴിലിനോട് ബന്ധപ്പെടുത്തി ജാതി എന്ന് പറയുന്നത് കുലത്തൊഴിലിനോട് ബന്ധപ്പെടുത്തി അറിയപ്പെടുന്നവരായി മാറിയപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ജാതി വിഭാഗങ്ങൾ ഉണ്ടായത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ മതം പോലെ പോകത്തില്ല. ജാതിയും മതവും ഒരുപോലല്ല.
ഗോത്രബോധം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു സംഘത്തിന്റെ ബോധമാണ്, ഒരു ഗ്രൂപ്പാണ്. അത് രക്തബന്ധത്തിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മറ്റേത് വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മതബോധം. ആ മതബോധം മാറ്റി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ടാണ് ഒരുത്തമ പോയിട്ട് ഹിന്ദു മതത്തിനകത്ത് ചേരാൻ നോക്കുമ്പോൾ ജാതിയേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് ചേരാൻ പറ്റത്തില്ല. ജാതി അങ്ങനെ വരുന്നതല്ല, രക്തബന്ധത്തിനോട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ആൾക്കാർക്ക് ഞാനിപ്പോ ഈ പറയുന്നത് പോലെ അറിഞ്ഞുകൂടാതാണ്. ജാതി മത വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ മതം ഇല്ലാതാക്കുന്ന ലാഘവത്തോടെ ജാതിബോധം പോകത്തില്ല. ജാതിയിൽ ഇപ്പൊ മാറ്റി നിർത്തുന്ന ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ടോ? അങ്ങനെ മാറ്റി നിർത്തുന്നത് പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ ഭരിക്കുന്നത്. എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ചിലർ പറയുന്നത് കേൾക്കാം, അത് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്കത് പ്രതികരിക്കാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഉള്ളിൽ ഇരിക്കുകയോ പുറത്തിരിക്കുകയോ എന്നല്ല. ഇയാൾ കറുത്തിരിക്കുന്നത്, ഇയാളോട് വിവേചനം കാണിക്കുന്നത് ഇയാൾ തന്നെ തരാനോ? അല്ല. അപ്പൊ എന്തിനാണ് അത് വിവരമില്ലാത്തവന്മാർ പറയുന്നത് കേട്ടിട്ട്? ഈ യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് ബേസിക്കലി വിവരമില്ല. അത്രയും നമ്മൾ അറിയണം. കറുത്തവന്റെ കറുപ്പിനോടുള്ള വിവേചനം അവന്റെ മനോഭാവം മാറ്റിയാൽ പോകത്തില്ല. അതെ. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് നിർണയിക്കുന്നത് യൂറോപ്യൻസും അമേരിക്കക്കാരുമാണ്. അതുകൊണ്ടാണ് എനിക്ക് പാസ്പോർട്ട് എടുത്തത്. ഞാൻ മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അമേരിക്ക പോകാൻ പറ്റത്തില്ല. അവർ പറയും പാസ്പോർട്ട് കാണിക്കാൻ പറ്റും. നീ ഇന്ത്യക്കാരനാ, ഞങ്ങൾക്ക് അറിയാവുന്നത്. അത് അതുകൊണ്ട് മറുവശത്തിരിക്കുന്നവരുടെ ഗ്രൂപ്പിന്റെ ബലം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഐഡന്റിറ്റി രൂപപ്പെടുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്ന മനോഭാവം കൊണ്ടാണെന്ന് ഈ കുയുക്തവാദികൾ പറയുന്നുണ്ടെങ്കിൽ വിവരം അത്ര ഇല്ലാത്തതുകൊണ്ട് പറയുന്ന വേറെ ഒന്നും. അപ്പോൾ കുറെ നമ്മൾ സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും നമുക്ക് കണ്ടുമുട്ടാം മനുഷ്യമായിട്ടും. കാരണം ഇതിന്റെ പല വശങ്ങളും ഇനിയും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വ്യത്യാസങ്ങൾ തുടരേണ്ടതുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ സമയത്ത് പറഞ്ഞ് നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാൽ ആർക്കും ഒരു വ്യക്തത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പല തരണങ്ങളിലായിട്ട് സംസാരിച്ചാൽ മതി. 2-3 തവണ കൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റും. ശരി.